ബോളിവുഡിലെ മുൻനിര നായികമാരിൽ ഒരാളായ ആലിയ ഭട്ട് വീണ്ടും ഗോസിപ്പ് കോളങ്ങളിലും ട്രോളുകളിലും നിറയുകയാണ്. അഭിനയ മികവുകൊണ്ട് ദേശീയ പുരസ്കാരം വരെ സ്വന്തമാക്കിയ താരമെന്നാൽ അവതരണത്തിന്റെ കാര്യത്തിൽ അമ്പേ പരാജയമാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ പുതിയ കണ്ടെത്തൽ. 2026 ചേതക് സ്ക്രീൻ അവാർഡ്സ് വേദിയിൽ ഹോസ്റ്റായി എത്തിയ ആലിയയ്ക്ക് നേരിടേണ്ടി വരുന്നത് കടുത്ത പരിഹാസങ്ങളാണ്. മുംബൈയിൽ നടന്ന അവാർഡ്സ് ഇവന്റിൽ പ്രശസ്ത ഹാസ്യതാരങ്ങളായ സാക്കിർ ഖാൻ, സുനിൽ ഗ്രോവർ എന്നിവർക്കൊപ്പമാണ് ആലിയ കോ ആങ്കറായി എത്തിയത്. എന്നാൽ പ്രഗത്ഭരായ ഇവർക്കൊപ്പം നിൽക്കുമ്പോൾ ആലിയയുടെ കോമഡി ടൈമിങ്ങും പ്രസന്റേഷൻ സ്റ്റൈലും പാടെ പരാജയപ്പെട്ടു എന്നാണ് നെറ്റിസൻസിന്റെ ഒപ്പീനിയൻ. താരം പറഞ്ഞ പല ജോക്കുകളും ഓഡിയൻസിൽ ഒട്ടും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, പലതും ഭയങ്കര ക്രിഞ്ചായിട്ടാണ് സോഷ്യൽ മീഡിയ വിലയിരുത്തുന്നത്. പ്രിയങ്ക ചോപ്രയെ പോലുള്ള താരങ്ങൾ വലിയ സ്റ്റേജുകളിൽ കാണിക്കുന്ന ആ ഒരു നാച്ചുറൽ വൈബ് ആലിയയ്ക്കില്ലെന്നും താരം വെറുതെ ഓവർ ആക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും വിമർശകർ പറയുന്നുണ്ട്. ആലിയ ഓരോ തമാശകൾ പറയുമ്പോഴും വേദിയിലുള്ളവർ ഒരു റിയാക്ഷനും ഇല്ലാതെ നിശബ്ദരായി ഇരിക്കുന്നത് ട്രോളുകൾക്ക് വഴിവെച്ചു. കോമഡി ടൈമിംഗ് 0 എന്നും സദസ്സിലുള്ളവർക്ക് വല്ലാത്ത സെക്കൻഡ് ഹാൻഡ് എംബാരസ്മെന്റ് ഉണ്ടായിട്ടുണ്ടെന്നും ആരാധകർ കമന്റ് ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ ഹോസ്റ്റിംഗ് ആലിയയുടെ കപ്പ് ഓഫ് ടീ അല്ല എന്നാണ് ഭൂരിഭാഗം ആളുകളും പറയുന്നത്. എന്നാൽ അതേസമയം ആലിയയെ പിന്തുണച്ചും ആരാധകർ രംഗത്തെത്തിയിട്ടുണ്ട്. ആദ്യ ഹോസ്റ്റിങ്ങിലുള്ള പാളിച്ചകൾ ക്ഷമിക്കാനാവുന്നതെന്നും അതുപോലെ തന്നെ ആലിയയുടെ എഫേർട്ടിനെ അപ്രിസിയേറ്റ് ചെയ്യണമെന്നുമാണ് അവർ അവകാശപ്പെടുന്നത്. സത്യത്തിൽ ഈ വർഷം ഇത് ആദ്യമായല്ല ആലിയ ഇത്തരത്തിലെ ട്രോളുകൾ ഏറ്റുവാങ്ങുന്നത്. 2026 ബാഫ്റ്റ റെഡ് കാർപ്പറ്റിലെ ഗോൺ ഗേൾ മറുപടിയും വലിയ രീതിയിൽ പരിഹസിക്കപ്പെട്ടിരുന്നു. റെഡ് കാർപ്പറ്റിൽ വെച്ച് പെട്ടെന്ന് മികച്ച പ്ലോട്ട് ട്വിസ്റ്റുള്ള സിനിമയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അല്പം പതറിപ്പോയ ആലിയ ഗോൺ ഗേൾ എന്ന സൈക്കോളജിക്കൽ ത്രില്ലറിന്റെ പേരാണ് പറഞ്ഞത്. ഉത്തരം ലോജിക്കലി ശരിയാണെങ്കിലും ആ ടൈമിലെ താരത്തിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസും കോൺഫിഡൻസ് ഇല്ലായ്മയും നെറ്റിസൺ ശരിക്കും കീറിമുറിച്ച് പരിശോധിക്കുകയായിരുന്നു. ഒരു ഗ്ലോബൽ സ്റ്റേജിൽ ഇതിലും ബെറ്ററായി പെർഫോം ചെയ്യേണ്ടിയിരുന്നു എന്നാണ് പലരും അഭിപ്രായപ്പെട്ടത്. അവിടെയും ആലിയയുടെ മറുപടിയെ കൈയടിച്ച് രംഗത്തെത്തിയവരുണ്ട്. ഈ വൈറൽ ഇൻസിഡന്റിനെ കുറിച്ച് പിന്നീട് ഫാഷൻ കമന്റേറ്ററായ ഡയറ്റ് സഭ്യവുമായി ആലിയ സംസാരിക്കുകയുണ്ടായി. എന്തിനാണ് ആളുകൾ ഇത്ര ചെറിയ കാര്യത്തെക്കുറിച്ച് ഇത്രയധികം ഡിസ്കസ് ചെയ്യുന്നതെന്നായിരുന്നു ആലിയയുടെ മറുചോദ്യം. തന്റെ മുഖഭാവങ്ങൾ കൊണ്ടാണോ ഈ ടോപ്പിക് ഇത്ര വലിയ ഇഷ്യൂ ആക്കുന്നതെന്ന് ആശ്ചര്യപ്പെട്ട ആലിയ ഇത്തരം അനാവശ്യ ട്രോളുകളോടുള്ള തന്റെ അതൃപ്തി ഓപ്പണായി തന്നെ പ്രകടിപ്പിക്കുകയുണ്ടായിരുന്നു. അഭിനയത്തിൽ തന്റേതായ കിരീടം ചൂടിയ താരം പക്ഷേ ഹോസ്റ്റിംഗിലേക്ക് വന്നപ്പോൾ ഇത്രയും വലിയ ക്രിഞ്ച് ഫാക്ടറായി മാറിയത് ബോളിവുഡിൽ ഇപ്പോഴും ഒരു ഹോട്ട് ടോപ്പിക്കാണ്. അവതാരക എന്ന നിലയിലുള്ള താരത്തിന്റെ ഈ പുതിയ ചുവടുവെപ്പ് ആരാധകർക്കിടയിൽ സമ്മിശ്ര വികാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സിനിമയിൽ താൻ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്ന അതേ പ്രാഗൽഭ്യം ഒരു ലൈവ് സ്റ്റേജിൽ ആങ്കറിങ്ങിലൂടെ കൊണ്ടുവരാൻ ആലിയയ്ക്ക് സാധിച്ചില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ്. ഒരുപക്ഷെ കരിയറിൽ ആദ്യമായി ഇത്തരം വലിയൊരു വേദി കൈകാര്യം ചെയ്യേണ്ടി വന്നതിന്റെ ഒരു പരിഭ്രമമാകാം ഈ പാളിച്ചകൾക്ക് പിന്നിലേത്. ഹോസ്റ്റിംഗിലെ വിമർശനങ്ങൾക്കിടയിലും സിനിമാ കരിയറിൽ വളരെ ബിസിയായ ഒരു വർഷമാണ് ആലിയെ കാത്തിരിക്കുന്നത്. സഞ്ജയ് ലീല ബൻസാലിയുടെ ബിഗ് ബജറ്റ് ചിത്രമായ ലവ് ആൻഡ് വാർ ആണ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്ന്. രൺബീർ കപൂർ, വിക്കി കൗശൽ എന്നിവർക്കൊപ്പം ആലിയ പ്രധാന വേഷത്തിലെത്തുന്ന ഈ ചിത്രം താരത്തിന്റെ കരിയറിലെ മറ്റൊരു നാഴികക്കല്ലാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഗംഗൂബായ് എന്ന ചിത്രത്തിലൂടെ ആലിയയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ബൻസാലിയുമായി താരം വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ പ്രൊജക്ടിനുണ്ട്. 2024 പുറത്തിറങ്ങിയ ജിഗർ എന്ന സിനിമയ്ക്ക് ശേഷം ആലിയയുടെ അടുത്ത റിലീസായി വരുന്നത് YRF സ്പൈ യൂണിവേഴ്സിലെ ആൽഫയാണ്. ഈ ചിത്രത്തിന്റെ റിലീസ് തീയതി ചൊല്ലി വലിയ ചർച്ചകൾ നടന്നിരുന്നു. ആദ്യം 2025 ക്രിസ്മസിന് റിലീസ് ചെയ്യാനിരുന്ന ആൽഫ പിന്നീട് 2026 ഏപ്രിൽ 17 മാറ്റിയിരുന്നു. എന്നാൽ സൽമാൻ ഖാന്റെ മാതൃഭൂമി എന്ന ചിത്രവുമായുള്ള ബോക്സ് ഓഫീസ് ക്ലാഷ് ഒഴിവാക്കാൻ വേണ്ടി റിലീസ് വീണ്ടും നീട്ടിയിരിക്കുകയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 2026 ജൂലൈ 10 ആലിയയുടെ ഈ മാസ് ആക്ഷൻ ത്രില്ലർ തിയേറ്ററുകളിലെത്തുക. അവതരണത്തിലെ പാളിച്ചകളെ ട്രോളുന്നവർക്കുള്ള മറുപടി ആലിയ തന്റെ വരാനിരിക്കുന്ന ബോൾഡ് കഥാപാത്രങ്ങളോട് നൽകുമോ എന്ന് നമുക്ക് നോക്കാം.